നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേനലിലെ രക്ഷകൻ എന്ന വർണ്ണനയ്ക്ക് തികച്ചും അർഹനായ വിഷുക്കണിയിലെ മുഖ്യഫലമായ വെള്ളരിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മനുഷ്യൻ ആദ്യമായി മണ്ണിൽ കൃഷി ചെയ്തു തുടങ്ങിയ പച്ചക്കറി ഇനങ്ങൾ വെള്ളരി വർഗമാണെന്നാണ് കരുതപ്പെടുന്നത്. അത്യുഷ്ണം അനുഭവപ്പെടുന്ന വേനൽക്കാലത്ത് ശരീരത്തിനും മനസ്സിനും കുളിർമ തരുന്ന പച്ചക്കറി ഇനമാണ് വെള്ളരി. കുക്കുർബിറ്റേസിയെ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം കുക്കുമിസ് സറ്റൈവസ് എന്നതാണ്. സംസ്കൃതത്തിൽ ഇതിനെ ശുഗാസ, ഉർവാരുകം എന്നെല്ലാം നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിലത്ത് പടർന്നു വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ തണ്ട് രോമാവൃതമാണ്. ഇല ഹൃദയാകാരത്തിൽ കാണപ്പെടുന്നു. ഇതിന് മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് ഉള്ളത്. വെള്ളരിയുടെ ജന്മദേശം ഇന്ത്യയാണെന്നാണ് കരുതപ്പെടുന്നത്. ഇംഗ്ലീഷിൽ ഇതിനെ കുക്കുംബർ എന്നാണ് പറയുന്നത്. ഈ സസ്യത്തിൻ്റെ പത്രകക്ഷത്തിൽ നിന്നും സ്പ്രിങ്കിൾ പോലെ വള്ളികൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഇതുപയോഗിച്ചാണ് ഇത് പടർന്നു കയറുന്നത്. കേരളത്തിൽ പൊതുവെ പ്രചാരമുള്ള കണിവെള്ളരിയുടെ ശാസ്ത്രനാമം കുക്കുമിസ് മെലോ വെറൈറ്റി എന്നതാണ്. ഇതിൻ്റെ ഫലം നീണ്ടുരുണ്ട് പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. അത് പാകമാകുമ്പോൾ ആകർഷണീയമായ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറമായി മാറുന്നു. വെള്ളരിക്ക് അനേകം വകഭേദങ്ങളുണ്ട്. കേരളത്തിൽ പൊതുവെ കൃഷി ചെയ്തു വരുന്നത് കണിവെള്ളരി, പൊട്ടുവെള്ളരി, മുള്ളൻ വെള്ളരി അതല്ലെങ്കിൽ കക്കരിക്ക തുടങ്ങിയവയാണ്. കൂടാതെ ദോസക്കായി, ഗർഗിൻ, മധുരവെള്ളരി തുടങ്ങിയവയും ഉണ്ട്. ഇതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്നതാണ്. കറികൾ ഉണ്ടാക്കുന്നതിന് ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. നീണ്ടുരുണ്ട ഫലമാണ് ഇവയ്ക്കുള്ളത്. മത്തനെ അപേക്ഷിച്ച് ഇതിൻ്റെ തൊലി കട്ടി കുറഞ്ഞതാണ്. ഇത് ഇളം പ്രായത്തിൽ പച്ച നിറത്തിലും പാകമാകുമ്പോൾ ആകർഷണീയമായ ഓറഞ്ച് കലർന്ന മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിൽ വെള്ള നിറത്തിൽ മാംസള ഭാഗവും ഒരുപാട് വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. നേരിട്ട് വിത്ത് പാകിയാണ് ഇത് പ്രധാനമായും കൃഷി ചെയ്തു വരുന്നത്. ഫലം, വിത്ത് തുടങ്ങിയവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ. കണിവെള്ളരിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിപ്പത്തിലുള്ളതാണ് പൊട്ടുവെള്ളരി. കേരളത്തിലെ തെക്കൻ ജില്ലകളിലും തമിഴ്നാട്ടിലും കൃഷി ചെയ്തു വരുന്ന വെള്ളരിയുടെ ഒരു വകഭേദമാണ് പൊട്ടുവെള്ളരി. അത് ചെടിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഫലം തൊലിമേൽ വിള്ളൽ വീണ് പൊട്ടുന്നതാണ്. അത് കൂടുതൽ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുകയില്ല. ഫലത്തിൽ ചെറിയ തോതിൽ മുള്ളുകൾ ഉള്ളതാണ് മുള്ളൻ വെള്ളരി. സസ്യശാസ്ത്രപരമായി ശരിയായ വെള്ളരിയായി കരുതപ്പെടുന്നത് മുള്ളൻ വെള്ളരി അല്ലെങ്കിൽ കക്കരിക്കയാണ്. അത് പച്ചയായി കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കൂടാതെ സാലഡ് ഉണ്ടാക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. അന്നജം, കൊഴുപ്പ്, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ്, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ എല്ലാ ഘടകങ്ങളും ഇതിൻ്റെ ഫലത്തിൽ അടങ്ങിയിട്ടുണ്ട്. വെള്ളരിയിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ഉയർന്ന കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. കൂടാതെ പ്രമേഹം, വൃക്കരോഗം, രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളെ നിയന്ത്രിക്കാൻ വെള്ളരി മുഖ്യമായ പങ്ക് വഹിക്കുന്നു. വേനൽക്കാലത്ത് ശരീരത്തിലെ ഉഷ്ണം ശമിപ്പിക്കുന്ന വെള്ളരിക്ക സൗന്ദര്യ സംരക്ഷണത്തിന് മുഖ്യമായ പങ്ക് വഹിക്കുന്നു. ഇത് മുഖത്തെ ചുളിവുകൾ മാറ്റി മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത നിറം ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. വെള്ളരി ഈ വിഷുക്കാലത്തെ ഏറ്റവും അകത്തേക്കും അതായത് കാണാൻ പോലും നല്ല ഭംഗിയുള്ളൊരു ഫലമാണ്. അതിൻ്റെ ആകൃതിയും അതിൻ്റെ കാഴ്ചയും ഭംഗിയുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗം. വിഷുക്കണി കാണുന്നത് അത് നമ്മൾ വെള്ളരി കണിയിൽ കൂടെ വയ്ക്കും. അതിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ അത്ര ഔഷധ ഗുണമുണ്ടെന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ഈ ഫൈബർ കണ്ടന്റ്, നാരുകൾ ധാരാളമുള്ള ഒരു ഫലമാണ്. അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ മലശോധന ഉണ്ടാക്കും.
കൊളസ്ട്രോളിന് നല്ലതാണ്, ശരീരം നല്ല ആരോഗ്യം ഉണ്ടാകും. മാത്രമല്ല ഒരു വാട്ടറി കണ്ടൻ്റ് ആയിട്ടുള്ളൊരു ഫലമാണ്, അതായത് ജലാംശം കൂടുതൽ. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലത്ത് ഏറ്റവും അധികം ഉപയോഗപ്രദമായൊരു ഫലമാണ്. അത് വെള്ളരിക്ക കൂട്ടാൻ വെച്ചിട്ടോ പച്ചയ്ക്കോ അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ധാരാളം ജലാംശം കിട്ടും, ക്ഷീണം മാറും. പിന്നെ ഇതിൻ്റെ ഒരു പ്രയോഗങ്ങൾ നാടൻ പ്രയോഗങ്ങൾ പറയുകയാണെങ്കിൽ ഈ വെള്ളരിക്കയുടെ ഈ മാംസളമായ ഭാഗം ഈ മുഖത്ത് തേച്ച് 10 മിനിറ്റ് ഇങ്ങനെ ദിവസേന മാസേജ് ചെയ്താൽ മുഖത്തെ ചുളിവൊക്കെ മാറിയിട്ട് കുരുവൊക്കെ മാറി നല്ല മുഖകാന്തി ഉണ്ടാകും. ഒരു ബ്യൂട്ടി പാർലറിലും പോകണ്ട. ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന് പകരം ദിവസേന ഒരു വെള്ളരിക്കയുടെ ഒരു കഷ്ണം എടുത്തിട്ട് മുഖത്ത് ദിവസേന മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ മുഖം നല്ല ഭംഗിയുള്ള മുഖമായിട്ട് മാറും. പിന്നെ ഈ കുട്ടികൾക്കും അതുപോലെ ഈ ചെറിയ കുട്ടികളല്ല, ഏകദേശം ഒരു 10-12 വയസ്സായ കുട്ടി വരെയുള്ള ആൾക്കാർക്ക് ഈ മൂത്രം പോവാതെ വരുമ്പോൾ ഈ വെള്ളരിക്കയുടെ ഈ മാംസളമായ പ്രദേശത്ത് ആ അസ്ഥിപ്രദേശത്ത് ഇങ്ങനെ പരട്ടി ഇങ്ങനെ മെസ്സേജ് ചെയ്താൽ മതി, അപ്പോൾ അതങ്ങോട്ട് പൊക്കോളും. ഈ വെള്ളരിയുടെ ഈ കുരുവിന് മൂത്രളമായൊരു ഗുണമുണ്ട്. മാത്രമല്ല ദിവസേന ഒരു 10 കുരു അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഈ മൂത്രം കെട്ടിക്കിടക്കാണ്ട് അത് മൂത്ര തടസ്സം മാറി നല്ലോണം മൂത്രം പോകും. ആ എമർജൻസിക്ക് പോലും നമ്മൾ ഈ വെള്ളരിയുടെ കുരു പൊടിച്ച പൊടി അകത്തേക്ക് കഴിച്ചു കഴിഞ്ഞാൽ മൂത്രം തടഞ്ഞ് ഉള്ള മൂത്രമൊക്കെ പെട്ടെന്ന് പോകും.